السلام عليكم ورحمة الله. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته والصلاة والسلام على من دعا إلى الهدى ورحمة للعالمين سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന, പിന്തുടർന്ന് ജീവിക്കുന്ന ഏതൊരു വിശ്വാസിയിലും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമായ കൂടിയാലോചനയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം സ്വന്തമായി തീരുമാനിക്കാതെ മറ്റുള്ളവരോട് കൂടിയാലോചനകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത്. 3-ാം അധ്യായം സൂറ ആല ഇമ്രാനിൽ അതിലെ 159-ാമത്തെ വചനത്തിൽ കാണാം, അഥവാ വഹയുള്ള പ്രവാചകനോട് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു കൽപ്പിച്ചത് വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ എന്നതാണ്. അഥവാ കാര്യങ്ങളിൽ നീ അവരുമായി കൂടിയാലോചന നടത്തുക. അങ്ങനെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഷൂറ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം കൂടിയാലോചനക്ക് അറബിയിൽ പറയുന്നത് ഷൂറ എന്നാണ്. അതിൽ വിശ്വാസിയുടെ ഗുണമായിട്ട് പറയുന്നത് കാണാൻ പറ്റും, വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാത വഅംറുഹും ഷൂറ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറ ഷൂറയിലെ 38-ാമത്തെ വചനമാണ്. തൊട്ട് മുമ്പ് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, അവർ തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവരാണ്, നമസ്കാരം നിലനിർത്തിയവരുമാണ്, അവർ അവരുടെ കാര്യങ്ങൾ കൂടിയാലോചിച്ച് അവർക്കിടയിൽ തീരുമാനിക്കുന്നവരാണ്, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. ഇവിടെ വിശ്വാസികളെ പറ്റി പറഞ്ഞിടത്ത് അള്ളാഹുവിന് ഉത്തരം നൽകിയവരാണ്, നമസ്കാരം നിലനിർത്തിയവരുമാണ് എന്ന് പറഞ്ഞ ശേഷം അതിനെ തുടർന്ന് പറയുന്നത് അവർ അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ ഷൂറ ചെയ്ത് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ് എന്ന വിശ്വാസികളുടെ സ്വഭാവമായിട്ട് പറയുന്നു. അതിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണിത്. മാത്രവുമല്ല, ഇത്തരം നമ്മുടെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഷൂറയിലൂടെ, കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളും നന്മകളും അതിലൂടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അബദ്ധങ്ങൾ കുറയുമെന്നുള്ളതാണ്. നല്ല കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ആ വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള, പരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ കുറയാൻ അത് കാരണമാക്കും. രണ്ടാമതായി, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളൊരു സ്വഭാവം അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നാം എത്ര വലുതായാലും ജീവിതാനുഭവമുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പരിഗണിക്കലും നമ്മിൽ വിനയം വളർത്തുവാനും അത് കാരണമായി സാധിക്കുമെന്നതാണ്. മൂന്നാമത്തേത്, സ്വന്തത്തിലുള്ള അഹങ്കാരത്തെ അതിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ്. കാരണം മറ്റുള്ളവരെ ചെറുതായി കാണലാണ് അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അപ്പോൾ കൂടിയാലോചിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് വരുന്നുണ്ടല്ലോ. അതുവഴി ആ അഹങ്കാരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നാലാമതായി, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അത് കുറക്കുമെന്നുള്ളതാണ്. കുടുംബത്തിലും മറ്റുമൊക്കെ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം പലപ്പോഴും അകൽച്ചകളും മറ്റുമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനുള്ള പരിഹാരം ആയിരിക്കും ഇത്. കാരണം ഇന്നത്തെ യുവതലമുറ, അതില്ലെങ്കിൽ ന്യൂ ജനറേഷൻ, പല കാര്യങ്ങളും ഉപ്പയോടും ഉമ്മയോടുമൊക്കെ പറയേണ്ടത് പറയാതെ അവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ വഴിവെക്കുമെന്നുള്ളതാണ്. അഞ്ചാമതായി, ഐക്യം കൂട്ടുമെന്നുള്ളതാണ്. എല്ലാവരോടും കൂടിയാലോചിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും എല്ലാവരും നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതാണ്. ആറാമതായി, നിർഭയത്വം ഉണ്ടാകുമെന്നുള്ളതാണ്. കുടുംബരംഗം മുതൽ സാമൂഹിക രംഗം വരെ കൂടിയാലോചന, ഷൂറ ഉണ്ടാകേണ്ടതുണ്ട്. ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹപ്രവർത്തകരോട്, ഇങ്ങനെ അതിന്റെ മേഖല നീണ്ടുപോവുകയാണ്. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം അത് ആ പ്രശ്നത്തിൽ ഖേദിക്കേണ്ടി വരികയും ആക്ഷേപിക്കപ്പെടാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അൽ ഇസ്തിഷാറത്തു ഐനുൽ ഹിദായ വഖദ് ഖാതറ മൻ ഇസ്തഗ്ന ബിറഅയിഹി. അഥവാ കൂടിയാലോചനയാണ് ശരിയായ മാർഗദർശനം. സ്വന്തം അഭിപ്രായത്തിൽ ധന്യത കണ്ടെത്തുന്നവർ ജീവൻ അപകടപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൂടിയാലോചനയിൽ ഏറ്റവും മാതൃകാപരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നിവേദനം ചെയ്യുന്ന ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട് കൂടിയാലോചിക്കുന്നതിനേക്കാൾ കൂടിയാലോചിക്കുന്ന ഒരാളെയും, ഷൂറ ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും നമ്മൾ പറയേണ്ടത് പറയേണ്ടവരോട് പറയുകയും കൂടിയാലോചിക്കേണ്ടിടത്ത് ആ സമയത്ത് തന്നെ അതിനു മുമ്പായി കൂടിയാലോചിക്കുകയും ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെയുള്ള പുണ്യവും മഹത്വവും നേടിയെടുക്കാൻ ഉതകുന്ന വിശ്വാസികളുടെ സ്വഭാവമായി എണ്ണിയിട്ടുണ്ടെങ്കിൽ ആ നിലക്കുള്ള
കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.